ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓം അദ്വിഗ്രാഹലാഹല പാണി പത്മം പത്മനാനനം ചന്ദ്രതുഷാരകാന്തം ഗൗരീപതിം ക്രൂരഭുജംഗഭൂഷം ശ്രീനീലകണ്ഠം ഹൃദി ഭാവയാമി. ശാന്തം പത്മാസനസ്ഥം ശശിധരമകുടം പഞ്ചവക്രതം ത്രിനേത്രം ശൂലം വജ്രം ജഗഡ്ഗം പരശുമവീവരം ദക്ഷിണാംഗേ വഹന്തം നാഗം പാശം ചകണ്ഠാം ഡമരുകസഹിതം സാങ്കുശം വാമഭാഗേ നാനാലങ്കാരദീപ്തം സ്ഫടികമണിനിഭം പാർവതീശം ഭജാമി. ഏവർക്കും നന്മയുള്ളൊരു ദിവസമായിക്കോട്ടെ. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ രാമേശ്വരത്തെ 53 തീർത്ഥ കുളങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. അതിൽ ഇന്ന് 17ാമത്തെ തീർത്ഥക്കുളത്തെ കുറിച്ചാണ് പറയുന്നത്. 17ാമത്തെ തീർത്ഥക്കുളത്തിൻ്റെ പേരാണ് യമുനാതീർത്ഥം, 18ാമത്തെ ഗയാതീർത്ഥം, 19ാമത്തത് ശിവതീർത്ഥം. നന്ദിമണ്ഡപത്തിന് സമീപം ഇവിടെ ഭൈരവന്മാർ ശാപമുക്തി നേടുവാൻ വേണ്ടി സ്നാനം ചെയ്തു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. 20ാമത്തതാണ് സത്യമിത്രാതീർത്ഥം. 21ാമത്തത് സർവ തീർത്ഥം എന്ന് പറയുന്നു. 22ാമത്തതാണ് കോടി തീർത്ഥം. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ മാതുലനെ വധിച്ചതിന് ശേഷം ആ ശാപമോക്ഷത്തിൽ നിന്ന് പരിഹാരമായിട്ട് കോടി തീർത്ഥം 22ാമത്തെ തീർത്ഥത്തിൽ സ്നാനം ചെയ്തു ശാപമുക്തി ഭഗവാൻ വരുത്തി എന്ന് സ്മൃതികൾ ഗ്രന്ഥങ്ങളൊക്കെ അനുമാനിക്കുകയും അല്ലെങ്കിൽ പുരാണങ്ങൾ പറയുന്നു. അങ്ങനെ ഇതിൻ്റെ ഫലശക്തി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സേതുബന്ധൻ രാമൻ്റെ വില്ലിനാൽ അടയാളപ്പെടുത്തിയ സ്ഥലത്തു നിന്ന് സ്നാനം തുടങ്ങി ശ്രീകൃഷ്ണൻ നീരാടിയിട്ടുള്ള കോടി തീർത്ഥത്തിൽ മുങ്ങി വരുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ എല്ലാവിധ ജന്മ സാഫല്യവും കാമനകളും പൂർത്തീകരിക്കപ്പെടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വരും ദിവസങ്ങളിൽ പുരാണ റിവ്യൂമായി വരുന്നതായിരിക്കും. ഏവർക്കും നല്ലത് വരുത്തട്ടെ. കരിനീലിയമ്മയും സർവ്വവടിമാന മക്കളും. ആം ഹരൈ നമഃ. ചണ്ഡാളരൂപായ കുലഗുരു ശ്രീ പാതുകാം പൂജയാമി.